അമ്പാൾ പ്രദേശത്തു നിന്നും ഈ വർഷം SSLC +2 വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയികളായവരെയും ഈ വർഷം PSC നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി അമ്പാൾ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അമ്പാൾ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് എക്സലന്റിയ 25 എന്ന പേരിൽ അനുമോദന സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള പുരസ്കാര ജേതാവായ സുഭദ്ര ടീച്ചർക്ക് ജന്മനാടിന്റെ ആദരവും ഈ സമ്മേളനത്തിൽ വെച്ച് നൽകി. വിവിധ പരീക്ഷകളിൽ വിജയികളായ 50-ലധികം വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി. സത്യസന്ധമായി പ്രവർത്തിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയായ സമീപവാസികളായ 2 വിദ്യാർത്ഥിനികളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സമ്മേളനം കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ PM ഉദ്ഘാടനം ചെയ്തു. ഞാനൊക്കെ 10ലും 10ലും പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സമ്മാനം വാങ്ങണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് മുന്നേറും കിട്ടിയില്ല, +2 മുന്നേറും കിട്ടിയില്ല. അതുകൊണ്ട് പരിപാടിക്കാതെ മനസ്സില്ല. അതാണ് സത്യം. പക്ഷെ ഞാന് 10th പഠിച്ചിട്ടുണ്ടായിരുന്ന എറണാകുളത്തായിരുന്നു, സ്പോർട്സ് ചെയ്യുന്നു. അപ്പോ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ സ്പോർട്സ് അക്കാദമിയിലാണ്, ഫുട്ബോൾ അക്കാദമിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ +1 +2 ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്പോർട്സ് കോട്ട അഡ്മിഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എറണാകുളത്ത് ദേവര തേക്കനാട് എന്ന് പറയുന്ന സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി പഠിക്കുമ്പോൾ എന്നോട് ഞാൻ വെക്കേഷനൊക്കെ 2 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഉപ്പാന്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിക്കും എവിടെയാണ് പഠിക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് 8ാം ക്ലാസ്സിലല്ല, 9ാം ക്ലാസ്സിലല്ലേ, നാട്ടിലാവും പഠിക്കുന്നതെന്നാണ് എല്ലാവരും കേൾക്കുന്നത്. എല്ലാവരും കൊച്ചിയിലാണ് പഠിക്കുന്നത് എന്ന് പറയും. അപ്പോ ഉപ്പാന്റെ ആളുകൾ വളരെ അതിശയത്തോടുകൂടി ചോദിക്കാം, ഇത്രയും ചെറുപ്പത്തിൽ എന്തിനാണ് മക്കൾ അവിടെ വിട്ട് പഠിപ്പിക്കുന്നത്? കൊച്ചിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കളിക്കുന്ന ഇന്നിപ്പോ നമ്മളിവിടെ സുപരിചിതമായുള്ള ഡ്രഗുകളൊക്കെ വന്ന് കൊച്ചിയിലൊക്കെ കുറച്ചും കൂടെ സുപരിചിതമാണ്. അപ്പൊ അവരുടെ ഒരു പേടിയാണ്. പിന്നെ എല്ലാ ഫീലിംഗ്സും എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ അതുപോലെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം. പിന്നെ മുംബൈ കഴിഞ്ഞാൽ കൊച്ചിയാണോ എന്നുള്ള സാധനമാണ് പൊതുവെ എല്ലാവരും പറഞ്ഞത്. അപ്പൊ എന്തിനാണ് അവിടെ വിട്ട് പഠിപ്പിക്കുന്നതൊക്കെ ചോദിക്കും. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ നാസർ ഇരിമ്പിളിയം മുഖ്യാതിഥിയായിരുന്നു. എക്സൈസ് ഓഫീസറും പ്രമുഖ മോട്ടിവേഷൻ പ്രഭാഷകനുമായ ഗണേശൻ K ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പരിപാടിയിൽ വാർഡ് മെമ്പർ N ഖദീജ, ജയപ്രകാശൻ P, S കുമാർ, ധനേഷ് K, ജയദേവൻ KP, V മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.